ഒരു തപസ്വിനിയുടെ മനസ്സും വിശുദ്ധിയുമായി നടന്ന് മമ്പറം പുഴക്കടവിലൊരുക്കിയ തോണിയിൽ കയറി അക്കരെ എത്തിയപ്പോൾ വടക്കോട്ടു നീങ്ങി കുറുക്കുവഴിയിലൂടെ നടന്നാൽ എളുപ്പമാണെന്നു പറഞ്ഞ ആങ്ങളമാർ മുൻപിൽ നടന്നു. വിശാലമായ അച്ചൻകര പള്ളിപ്പറമ്പിലെത്തിയ ആങ്ങളമാർ ഇവിടെ നട്ടുച്ച നേരത്ത് നക്ഷത്രം കാണുന്ന ഒരു കിണറുണ്ടെന്നു പറഞ്ഞ് ഒരു പൊട്ടക്കിണറിനടുത്ത് വട്ടമിട്ടു നിന്നു. നിർവികാരയായി മെല്ലെ ചെന്ന കിണറ്റിലേക്ക് നോക്കിയ തങ്ങളുടെ നേർപ്പെങ്ങളുടെ കഴുത്തിൽ മൂത്താങ്ങളയായ കുഞ്ഞിക്കോമൻ്റെ അരയിൽ ഉറങ്ങിയ വെള്ളിവാൾ ഊങ്ങിയപ്പോൾ ആസ്വാദിയുടെ മനസ്സിടറിയോ? അലമുറയിട്ട 2 പിഞ്ചോമനകളെ കൂടി കൊത്തി കിണറ്റിലെറിഞ്ഞുകൊണ്ട് ഒരു മഹായുദ്ധം ജയിച്ച ലഹരിയോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാട് കൊത്താൻ വന്ന ഒരു മാവിലോൻ ചെറുക്കൻ മരക്കൊമ്പിലിരുന്ന് ഈ കാഴ്ചകൾ കണ്ടതായി ആങ്ങളമാർക്ക് തോന്നി. ഓടിപ്പിടിച്ച് അവനെയും കൊത്തി കിണറ്റിലെറിഞ്ഞ് മടങ്ങാൻ ഭാവിക്കവേ അകലെ വീണു വിലപിക്കുന്ന ഇളയവൻ കുട്ടിരാമനെ ആരും ഗൗനിച്ചില്ല. അന്ന് അർദ്ധരാത്രിയോടെ 11 ആങ്ങളമാരും തറവാട്ടിൽ തിരിച്ചെത്തി. വളരെ വൈകി വേച്ച് കയറി വന്ന കുട്ടിരാമൻ ഭാര്യ ചിന്നാണിയെ വിളിച്ചു പൊട്ടിക്കരഞ്ഞു. നടന്നതൊന്നും പറഞ്ഞറിയിക്കാൻ ആ നേരാങ്ങളയ്ക്ക് കഴിഞ്ഞില്ല. നമ്മുടെ പൊന്മക്കളും പെങ്ങളും നഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് കളരിമുറ്റത്തെത്തി. കുട്ടിരാമൻ തളർന്നു വീണു. കരയാൻ കരുത്തില്ലാത്ത ചിന്നാണിയും ഭർത്താവിൻ്റെ അരികിൽ ബോധമറ്റു കിടന്നു. ഏറെ കഴിഞ്ഞ് ആളിപ്പടരുന്ന തീനാളങ്ങളുടെ ചൂടിൽ കണ്ണു തുറന്ന് ചിന്നാണിയും കുട്ടിരാമനും കടവാങ്കോട് തറവാട് കത്തി അമരുന്നത് കണ്ട് ഞെട്ടിത്തരിച്ചു. 11 ആങ്ങളമാരും അവരുടെ ഭാര്യമാരും സത്യസ്വരൂപിണിയായി പുനർജന്മമെടുത്ത മാക്കം ഭഗവതിയുടെ കോപാഗ്നിയിൽ വെന്തു വെണ്ണീറായി. പരിശുദ്ധയായ മാക്കം ഇന്ന് 10,000ങ്ങളുടെ മനസ്സിൽ അമ്മയാണ്, ദേവതയാണ്. സത്യവും ധർമ്മവും ആ മഹാശക്തിയുടെ മുന്നിൽ മാറ്റുരയ്ക്കപ്പെടുന്നു. അന്ന് പാതിരാത്രിയിൽ ചാല പുതിയ വീട്ടിലെ മുത്തശ്ശിയെ സ്വപ്നത്തിലൂടെ മാക്കം ഇങ്ങനെ അറിയിച്ചു: അമ്മേ, മടങ്ങി ഞാനീ വിധത്തിൽ കണ്ണീരൊഴുക്കാതെ സ്വീകരിക്കൂ. എന്നും ഈ ചാല പുതിയ വീട്ടിൽ എന്നെ കഴിയാൻ അനുവദിക്കൂ. നന്മകൾ മാത്രം വീതച്ചു ഞാനെൻ നമ്മയെ പോലെ കരുതുമെന്നും. കോലസ്വരൂപിണിയായി മാക്കം ചാലയിലിന്നും കൂടിയിരിപ്പൂ. കടവാങ്കോട്ടെ തറവാട്ടു വളപ്പിൽ പിൽക്കാലത്ത് പണിതൊരുക്കിയ ശ്രീകോവിലിനു മുന്നിൽ മാക്കം ഭഗവതിയെയും മക്കളെയും കാടുകൊത്താൻ വന്ന നിരപരാധിയായ മാവിലോനെയും എല്ലാ വർഷവും കുംഭം 10, 11 തീയതികളിൽ കെട്ടിയാടുന്നു. 14, 15 തീയതികളിൽ ചാല പുതിയ വീട്ടിലും ആദരിക്കുന്നു.